നമസ്കാരം. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രബുദ്ധ മണ്ടന്മാരോടാണ് കേരള സ്റ്റോറി സിനിമ ബീഫിന്റെ കഥയല്ല, അത് ലവ് ജിഹാദിന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റ് മുസ്ലിം തീവ്രവാദത്തിനെയും പറ്റിയുള്ള സിനിമയാണ്. 100-ലധികം മലയാളികൾ IS-ൽ പോയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴും അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന ഫാത്തിമ, അതായത് നിമിഷ, ആയിഷയും, അതായത് സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, അതായത് മറിയം, ലവ് ജിഹാദിന്റെ ഇരകളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാതെ പാവം സമാധാന മതസ്കർ നോമ്പ് നോക്കുന്ന പുണ്യ റമദാൻ കാലത്ത് ബീഫ് വിവാദമാക്കി ബീഫ് വിഭവങ്ങളുടെ ചിത്രങ്ങളും റെസിപ്പിയും ഇട്ട് അവരെ കൊതിപ്പിച്ച് നോമ്പ് കലക്കാനുള്ള ചിലരുടെ കുൽസിത പ്രവൃത്തിയായി മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. കൂടാതെ ഈ മുസ്ലിം സംഘടനകളെ അടക്കം പിണക്കിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ UDF നേതാക്കളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ ബീഫിന്റെ പടം ഇട്ടുകൊണ്ട് ചെയ്യുന്നത്. ഇവർക്കാർക്കെങ്കിലും ധൈര്യമുണ്ടോ പന്നിയിറച്ചിയുടെ പടവും പന്നിയിറച്ചിയുടെ റെസിപ്പിയും സോഷ്യൽ മീഡിയയിൽ ഇടാൻ? ശിവൻകുട്ടിയെ വെല്ലുവിളിക്കുകയാണ്. ശിവൻകുട്ടിക്ക് ധൈര്യമുണ്ടോ? ഇടില്ല ശിവൻകുട്ടി. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനും കിട്ടുന്ന വോട്ട് ഈ മുസ്ലിമുകൾക്ക് നിന്ന് കിട്ടുന്ന, അതായത് ഈ മുസ്ലിം സംഘടനകളിൽ നിന്നും SDPI അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി, കുറെ വർഗീയ സംഘടന ഉണ്ടല്ലോ, അവരുടെയൊക്കെ വേര് പിടിച്ചിട്ടാണ് ഈ UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം അവരുടെ വോട്ട് ബാങ്ക് നിറയ്ക്കുന്നത്. അവരെ പണക്കാൻ ഈ രണ്ട് പാർട്ടിക്കാരും തയ്യാറല്ല. പക്ഷേ കേരളത്തിൽ വീണ്ടും ഒരു ലവ് ജിഹാദിന്റെ ഇരയായി ഒരു കുട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവല്ല കാവുഭാഗം സ്വദേശി അപർണ രമേശാണ് ലവ് ജിഹാദിന്റെ ഇരയായി മാറിയത്. പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. പെൺകുട്ടി മോഡൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വരികയായിരുന്നു. ഇതിനിടെ വഴിയിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അത് വാക്കേറ്റത്തിലേക്ക് കലാശിക്കുന്നു. പെൺകുട്ടിക്കും സഹോദരനും ഇയാൾ നേരത്തെ മൊബൈൽ വാങ്ങി നൽകിയിരുന്നു. തർക്കത്തിനിടെ ജാവേദ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ വീട്ടിലെത്തിയ വിദ്യാർത്ഥിനി ഷാളിൽ കെട്ടി തൂങ്ങുകയായിരുന്നു. പത്തനംതിട്ട വായ്പൂർ സ്വദേശിയാണ് കസ്റ്റഡിയിലായ ജാവേദ്. ഇയാൾ SDPI പ്രവർത്തകനാണ്. അതായത് ഈ പെൺകുട്ടികളെയൊക്കെ പ്രേമം നടിച്ച് വലയിലാക്കി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലേക്ക് ചുക്കാൻ പിടിക്കുക, അതാണ് ഈ SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളുടെ പ്രധാന ലക്ഷ്യം. വീണ്ടും ഒരു ലവ് ജിഹാദിന് ഇരയാവുന്നു. പക്ഷേ കേരള സർക്കാർ ഈ SDPIയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നും തന്നെ തൊടില്ല. അതാണ് ഈ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും എല്ലാ കാലത്തും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ വോട്ട് ബാങ്കിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ഈ പറയുന്ന മുസ്ലിം രാജ്യദ്രോഹ സംഘടനകൾ അല്ലെങ്കിൽ SDPI, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ. ഇവരെ പണക്കാൻ ഒരു കാലത്തും പിണറായി സർക്കാരോ അല്ലെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആരായിക്കോട്ടെ, UDF-ഉം LDF-ഉം അതായത് അവർ വലിയ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് അവർ തയ്യാറാകില്ല. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ കേരളം ലവ് ജിഹാദിന്റെ ആ ഒരു കുഴിയിൽ നിന്നും അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന ബാധയിൽ നിന്നും കേരളം എന്നേക്കുമായി രക്ഷപ്പെടുമായിരുന്നു.